ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡിലൈറ്റ്സ്. ഇന്ന് നമ്മളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അതായത് ഈ ചപ്പാത്തി, അപ്പം, പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ കുറച്ച് ഗ്രേവിയുള്ള കറിയാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനൊക്കെ പറ്റിയ രീതിയിൽ നല്ല തിക്ക് ആൻഡ് ടേസ്റ്റി ഗ്രേവിയുള്ള ഒരു കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ സ്റ്റൗ ഓണല്ല. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം ഇനി സ്റ്റൗ ഓൺ ചെയ്യുക. ഇത് പെട്ടെന്ന് കത്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ സ്റ്റൗ ഓൺ ചെയ്യരുത്. പൊടിയെല്ലാം ഇട്ടതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതൊന്ന് ചൂടാക്കുക. ഇതൊക്കെ ഒന്ന് നല്ലൊരു മൂത്ത മണം വരുന്നത് വരെ ഒന്ന് ചൂടാക്കുക. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനി 1.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാല പൊടികളെല്ലാം നമ്മൾ ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, അതേപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ചേർക്കാനുണ്ടായിരുന്നു. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് നേരത്തെ ചേർക്കാനായിട്ട് വിട്ടുപോയതാണ്. ഇതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇതിങ്ങനെ ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് വേറെ ഒരു പാന് ചൂടാക്കാനായിട്ട് വെക്കാം. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതിലേക്ക് നടുവേ കീറിയ 4 ചെറിയ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകൊക്കെ നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചും നിങ്ങളുടെ എരിവിനനുസരിച്ചും അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറാവണം. പച്ചമുളകും എല്ലാം നന്നായിട്ട് മൂത്ത് വരണം. ഇതിന് പച്ചച്ചൊവ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം മൂത്ത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നീളത്തിലരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 5 മീഡിയം സൈസുള്ള സവോളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ സവോള നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സവോള ഒരുവിധം വഴന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ കളറായിട്ട് വരണം. ഈ സവോള ഒന്നും കൂടി ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിൽ നിന്ന് ഒരു പകുതിയോളം സവോള നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ചേർക്കാൻ പോവുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ഈ ചിക്കനെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത ആ സവോളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ചിക്കന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ കുക്കർ അടച്ചു വയ്ക്കാം. അതിൻ്റെ വിസിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. ഒരൊറ്റ വിസിൽ മാത്രമേ അടിക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ബ്രോയിലർ ചിക്കനൊക്കെ ആയതുകൊണ്ട് അത് പെട്ടെന്ന് വെന്തു പോകും. അതുകൊണ്ട് ഒരുപാട് സമയം വെക്കരുത്. അപ്പം നമ്മുടെ കുക്കറിൻ്റെ അകത്തുള്ള പ്രഷറെല്ലാം പോയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ചിക്കനൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ നേരത്തെ വഴറ്റി വെച്ച സവോള എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 കാഷ്യൂനട്ടും കൂടെ ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 2 പിടി തേങ്ങ ചിരകിയതും കൂടെ ചേർക്കുന്നുണ്ട്. ഈ തേങ്ങ കൂടി പോകരുത് കേട്ടോ. ഇനി ഇത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നേരത്തെ നമ്മൾ ഹാഫ് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഈ സവോളയുടെ നിറമൊക്കെ മാറി നല്ല ബ്രൗൺ കളർ ആവണത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ കിടന്ന് ഈ തേങ്ങയും ഈ കാഷ്യൂനട്ടും ഒക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കൂടുതൽ എണ്ണ ചേർത്ത് കൊടുക്കാം. അടി പിടിക്കാതിരിക്കാനായിട്ട് സൂക്ഷിക്കണം. നമുക്ക് അടിയിലൊന്നും പിടിക്കാതെ എന്തുമാത്രം വഴറ്റാൻ പറ്റുമോ അത്രയും നല്ലത്. ഇതിപ്പോൾ ഒരുവിധം നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. കുറച്ചും കൂടി വഴറ്റിയാലും കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി ഈ ഒരു സവോള ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം.
ഇനി ഇത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നല്ല പേസ്റ്റായിട്ട് ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിലോട്ട് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന സവോളയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലൊരു മൂത്ത മണം വരുന്നത് വരെ ഇത് കുക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു ക്ഷമയോടുകൂടി തന്നെ ഇത് കുക്ക് ചെയ്യണം. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആവുന്നത്. ഇപ്പോൾ ഒരുവിധം ഇത് നന്നായിട്ട് വഴണ്ട് നല്ല സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്യുക. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂണും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വീണ്ടും ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കത്തിപ്പോവാതിരിക്കാനായിട്ട് നോക്കണം. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും എണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ, 1/2 മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ ചിക്കൻ മസാലയും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഒരു 2 തക്കാളി ക്യൂബ്സ് ആയിട്ട് മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ തക്കാളിക്ക് വെള്ളമയം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വന്നാൽ മതി. ഒരുപാട് അങ്ങ് വെന്തുടയണം എന്നൊന്നുമില്ല. ഇപ്പോൾ ഈ തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ, ഈ വെള്ളം എല്ലാം ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. അപ്പോൾ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ സവോള പ്യൂരി ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച മിക്സിയുടെ ജാറിലൊക്കെയുള്ള സവോള ഇതിലേക്ക് ഫുൾ എടുക്കാൻ വേണ്ടിയിട്ട് അതിലൊക്കെ കുറച്ചും കൂടി വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിക്കുക. ഇത് ഇപ്പം തന്നെ ഇതിന് അത്യാവശ്യം നല്ല തിക്നെസ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ചിക്കൻ ഒന്നും കൂടി ഈ ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും ഈ ചിക്കൻ ഇങ്ങനെ കിടന്ന് കുക്കാവണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കൂടുതൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്